തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെയുള്ള നേതൃത്വത്തിന്റെ ഗൃഹസന്ദർശന പരിപാടിയെ ചൊല്ലി സിപിഎമ്മിനകത്ത് ഭിന്നാഭിപ്രായം. ഭൂരിഭാഗം പാർട്ടി കീഴ്ഘടകങ്ങളും ജില്ലാ നേതൃത്വത്തെ ബന്ധപ്പെട്ട് നിലവിലെ സാഹചര്യത്തിലെ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂരിഭാഗം പ്രാദേശിക നേതാക്കളും ക്യാമ്പയിനിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധ്യതയേറെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ ആഘാതത്തിൽ നിന്ന് കരകയറാൻ ഗൃഹസന്ദർശന ക്യാമ്പയിനുമായി എത്തുന്ന സിപിഎമ്മിനും സർക്കാരിനുമെതിരെ പാർട്ടിക്കകത്തുനിന്ന് തന്നെ ശക്തമായ വിയോജിപ്പാണ് ഉയരുന്നത്. ഭരണവിരുദ്ധ വികാരത്തിന് പുറമെ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ വ്യക്തമായ ഉത്തരം നൽകാതെയുള്ള സിപിഎം നേതൃത്വത്തിന് മുന്നോട്ട് പോക്കും നിലവിൽ പാർട്ടി അണികളിലെ വീര്യം ചോർത്തിയിട്ടുണ്ട്. കേസിൽ സിപിഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ എ പത്മകുമാർ, തൊട്ടുപിന്നാലെ മുൻ ദേവസ്വം ബോർഡ് മെമ്പറും പാർട്ടി അംഗവുമായ എം പി വിജയകുമാറിന്റെ അറസ്റ്റിലേക്ക് വരെ നീണ്ടതോടെ പാർട്ടി പ്രതിരോധം ദുർബലമായി മാറിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ജനുവരി മാസത്തിൽ ഗൃഹസന്ദർശനവുമായി വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങുമ്പോഴുള്ള ആശങ്ക പ്രാദേശിക നേതൃത്വങ്ങൾ പങ്കുവെക്കുന്നത്. ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ പ്രാദേശിക നേതാക്കൾ അണികൾക്കിടയിലെ വികാരം ജില്ലാ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. ചില ജില്ലാ കേന്ദ്രങ്ങൾ ഇതിനോടകം തന്നെ സംസ്ഥാന നേതൃത്വത്തിന് വിവരം കൈമാറിയിട്ടുണ്ട്. എന്നാൽ ഗൃഹസന്ദർശന പരിപാടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സിപിഎം നേതൃത്വത്തിന്റെ നിർദ്ദേശം. ചിലയിടങ്ങളിൽ പാർട്ടി കീഴ്ഘടകങ്ങളിലെ നേതാക്കൾ ആരോഗ്യ കാരണങ്ങൾ മറ്റും ചൂണ്ടിക്കാട്ടി മുഴുനീളമുള്ള പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും പിന്മാറിയിട്ടുണ്ട്. അതേസമയം മുൻപും ഗൃഹസന്ദർശന പരിപാടിക്ക് സിപിഎം ചുക്കാൻ പിടിച്ചിട്ടുണ്ടെങ്കിലും ഇത്തവണ വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാകില്ലെന്ന കണക്കുകൂട്ടലുകൾ കൂടിക്കൊണ്ടാണ് സംസ്ഥാന നേതാക്കൾക്കും ക്യാമ്പയിന്റെ ചുമതലകൾ കൈമാറിയിരിക്കുന്നത്. കെ ബി ശ്യാമപ്രസാദ്, ജനം, കോഴിക്കോട്.